റീൽസിൽ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷ്ണു അഞ്ജു ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഫിറ്റ്നസ് വാരി വിതറി റീൽസ് ഇട്ടോണ്ടിരുന്ന എനിക്കതല്ല തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു ഈ രീതിയിലുള്ള വെറും മാറിയ റീൽ, അയ്യോ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള റീൽ ഇട്ടോണ്ടിരുന്ന അമയ ആൻഡ് വിഷ്ണു മുട്ടത്തോട് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2.5 കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുകൂടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. കുറച്ച് ദിവസമായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആവാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആയിരുന്നല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ, ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചുണ്ടോ. ഇത് യവന്റെ കൂട്ടുകാരന്റെ കൂടാണ് ഇപ്പം മറ്റേ പെണ്ണ് ഒളിച്ചോടി പോയെന്നാണ് യവൻ വന്നിരുന്ന് പറയുന്നത്. സൂപ്പർ കൂട്ടുകാരനാണ് അവനെ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന കൂട്ടുകാരൻ. ഒന്നുമില്ല, ആ അക്കൗണ്ടിലാണ് എല്ലാ അക്കൗണ്ട് 2 അക്കൗണ്ടിൽ പാസ്വേഡ് എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്താണ്. ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആയിട്ട് അപ്പം സ്വന്തം ഭാര്യയുടെ അഭിഹിത കഥകൾ പറയാൻ വേണ്ടിയിട്ട് അവൻ പുതിയ അക്കൗണ്ട് തുടങ്ങി. എടാ നാറി, നിനക്ക് നാണമുണ്ട്. കേട്ട 2 എണ്ണം. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ അമയമോള് ഒരു റീലുമായിട്ട് വന്നു. യവന് എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് ആ റീലൊന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പൊ എല്ലാരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്? അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരില്. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഓഹോ, വേറൊരുത്തിന്റെ പേരിൽ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ട് സംഭവം. ഇതാണ് അവന്റെ ഫോട്ടോ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് അമയ ഒഫീഷ്യൽ അവിടെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അബി എന്നാണ് ചെറുക്കന്റെ പേര്. ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ, അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ ചെറുക്കനെ ജോലിക്ക് പോലും വിടാൻ ഇനി പെണ്ണ് സമ്മതിക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ ജോലിക്ക് പോകാൻ നേരത്തിട്ട് കടന്ന് കരയൊന്ന് അവൻ കാര്യമാണ്. ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു പെണ്ണാണിത്. ലവനാണെങ്കിൽ അവൻ്റെതായിട്ടുള്ള ഫ്രീഡം, ഫ്രണ്ട്സ്, മറ്റേ ഗഞ്ചാവ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് അവന്റെ ഒരു വേറൊരു രീതി, ഇവക്ക് വേറൊരു രീതി. അപ്പം അവിടുന്ന് അറ്റൻഷൻ ഇങ്ങോട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അറ്റൻഷൻ കിട്ടുന്നിടത്തോട്ട് പോയി. എന്താ ഉറക്കം വരുന്നു. എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.